CMRL കമ്പനിക്കെതിരെ ഹൈക്കോടതിയിൽ നൽകിയ ഹർജി പിൻവലിക്കേണ്ടി വന്നത് ബിജെപി നേതാവായ ഷോൺ ജോർജിന് തിരിച്ചടിയും നാണക്കേടുമായി. CMRLനെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് വിലക്കിയ സബ് കോടതി ഉത്തരവ് ചോദ്യം ചെയ്താണ് ഷോൺ ജോർജ് ഹൈക്കോടതിയെ സമീപിച്ചത്. എന്നാൽ ഹർജി നിലനിൽക്കില്ലെന്നും തള്ളുമെന്നും ജസ്റ്റിസ് കെ നടരാജൻ മുന്നറിയിപ്പ് നൽകിയതോടെ പിൻവലിക്കുകയായിരുന്നു. CMRL കമ്പനിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിൽ നിന്ന് BJP നേതാവ് ഷോൺ ജോർജിനെ എറണാകുളം സബ് കോടതി വിലക്കിയത് അടുത്തിടെയാണ്. കമ്പനിയെ അപകീർത്തിപ്പെടുത്തുന്ന വീഡിയോകൾ സമൂഹമാധ്യമങ്ങളിൽ നിന്നടക്കം നീക്കം ചെയ്യണമെന്ന കോടതി നിർദ്ദേശം ഷോണിന് വലിയ തിരിച്ചടിയായിരുന്നു. സബ് കോടതി ഉത്തരവ് ചോദ്യം ചെയ്ത് ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയാണ് ഷോൺ ജോർജിന് പിൻവലിച്ചോടേണ്ടി വന്നത്. സബ് കോടതി നിർദ്ദേശം മൗലികാവകാശങ്ങളുടെ ലംഘനമാണെന്നായിരുന്നു ഷോണിൻ്റെ വാദം. എന്നാൽ ഇത് ഹൈക്കോടതി അംഗീകരിച്ചില്ല. ഷോണിൻ്റെ ഹർജി നിലനിൽക്കുന്നതല്ലെന്നും ഹർജി തള്ളുമെന്നും ജസ്റ്റിസ് കെ നടരാജൻ മുന്നറിയിപ്പ് നൽകിയതിനെ തുടർന്നാണ് ഷോൺ ഹർജി പിൻവലിച്ചത്. CMRL എക്സാലോജിക് കരാറിൽ കമ്പനിക്കെതിരെ നിരന്തരം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഷോൺ ഉന്നയിച്ച പശ്ചാത്തലത്തിലായിരുന്നു കമ്പനി കോടതിയെ സമീപിച്ചത്. ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് വിലക്കണം, 5 കോടി രൂപ നഷ്ടപരിഹാരം നൽകണം എന്നിവയായിരുന്നു CMRLൻ്റെ ആവശ്യങ്ങൾ. ഇടക്കാല ഉത്തരവിലൂടെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് വിലക്കിയ കോടതി നഷ്ടപരിഹാര ആവശ്യത്തിൽ വാദം കേൾക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സബ് കോടതി ഉത്തരവ് തിരിച്ചടിയാകുമെന്ന തിരിച്ചറിവാണ് ഹൈക്കോടതിയെ സമീപിക്കാൻ BJP നേതാവായ ഷോണിനെ പ്രേരിപ്പിച്ചത്. എന്നാൽ ഹൈക്കോടതിയിൽ നിന്ന് ലഭിച്ച തിരിച്ചടി ഷോണിന് ഇരട്ട പ്രഹരമായി. കൈരളി ന്യൂസ്, കൊച്ചി.